നമുക്ക് റോസ്റ്റഡ് മട്ടൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ: 1 കിലോഗ്രാം മട്ടൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 6 അല്ലി, 2 ഗ്രാമ്പു, 4 ഏലക്കായ, കറുവപ്പട്ട ഉണ്ടെങ്കിൽ ഒരു സ്മോൾ പീസ് ഇട്ടോളൂ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 500 ഗ്രാം സവാള, ചെറിയ പച്ചമുളക് 6 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 തണ്ട് കറിവേപ്പില, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്, 2 തക്കാളി. ഇനി നമുക്ക് മട്ടൺ വേവിക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മട്ടൺ നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാനായി വയ്ക്കാം. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക, വെളുത്തുള്ളിയുടെ 6 അല്ലി, ഗ്രാമ്പു, വേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നമുക്ക് വേവിക്കാനായി വയ്ക്കാം. ഒരു 7 വിസിൽ അടിച്ചിട്ടാണ് എനിക്ക് വെന്ത് കിട്ടിയത്. ഈ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ജീരകപ്പൊടിയും പച്ചമുളക് ഏലക്ക മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മിശ്രിതം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതാണ്. സവാളയിലൊക്കെ നന്നായി ഉപ്പ് പിടിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. നന്നായി ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി സവാള ബ്രൗൺ കളറായി. ഇനി അതിലേക്ക് നമുക്ക് ആ പേസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ചീനച്ചട്ടിയിൽ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമണം മാറിക്കിട്ടും. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ പീസ് മാത്രമായിട്ട് ഇടുക. കുറച്ച് വേവിച്ച വെള്ളം മാത്രം ചേർത്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് നമുക്ക് അത് അടുപ്പത്ത് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും കുക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബെല്ലൈക്കൺ ഓളാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.